സയൻസ് ക്ലാസ്സിൽ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിപ്പിച്ചതിൽ പിന്നെ അപ്പുവിന് സംശയത്തോട് സംശയം. അവനത് കൂട്ടുകാരൻ ഗോപുവിനോട് ചോദിക്കാനും മറന്നില്ല. എടാ ഗോപു, ഈ യൂണിവേഴ്സ് എവിടെ നിന്ന് വന്നു? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഹിഹി, ചിലപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ആക്കിയതായിരിക്കും, ഗോപു കുസൃതിയോടെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് പഠിപ്പിച്ച ഋതുവിൻ്റെ എൻട്രി. ആ ബെസ്റ്റ്, നീ അല്ലാതെ ആരെങ്കിലും ഇവനോട് ചോദിക്കുമോ ഇതൊക്കെ? ഞാൻ പറഞ്ഞു തരാലോ, അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു. ആക്ച്വലി എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഒരു സൂപ്പർ സ്മോൾ ഹോട്ട് ആൻഡ് ഡെൻസ് പോയിന്റിൽ നിന്നാണ്. ഈ പോയിന്റിനെ നമ്മൾക്ക് പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. ഇതിലുണ്ടായിരുന്നു ഈ എൻറ്റയർ യൂണിവേഴ്സ് ഉണ്ടാക്കാനുള്ള എനർജി. ഈവൻ മോർ. ഓ പിന്നെ, ഈ കുഞ്ഞം പോയിന്റിൽ എങ്ങനെ ഇത്ര എനർജി ഉണ്ടാവും? നല്ല തിക്കും തിരക്കും ആവുമല്ലോ. പോരാത്തതിന് ഉഷ്ണവും. എത്തി ഗോപുവിൻ്റെ കൗണ്ടർ. അതല്ലേടാ ഞാൻ പറഞ്ഞേ, ഈ ഡോട്ട് ഡെൻസ് ആൻഡ് ഹോട്ട് ആണെന്ന്. പിന്നെന്തുണ്ടായി? അപ്പു ചോദിച്ചു. പിന്നെ ഭൂം! ആരടാ അവിടെ പടക്കം പൊട്ടിച്ച്? ഗോപു ഞെട്ടിത്തരിച്ചു. ഹിഹി, ഇത് പടക്കം പൊട്ടിച്ച ഭൂം അല്ലടാ. ഇത് ഈ പോയിന്റ് ഒന്ന് എക്സ്പാൻഡ് ആയതാ. ഇവിടെ നോ സൗണ്ട്, നോ എക്സ്പ്ലോഷൻ. അപ്പോൾ പാർട്ടിക്കിൾസ് ഉണ്ടായി, ആറ്റം ഉണ്ടായി, സ്റ്റാർസ് ഉണ്ടായി, ഗാലക്സീസ് ഉണ്ടായി, സൺ ഉണ്ടായി, എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് ഉണ്ടായി, ഈ എൻറ്റയർ യൂണിവേഴ്സ് ഉണ്ടായി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാനും ഉണ്ടായി. അങ്ങനെ ഒരു ദുരന്തവും സംഭവിച്ചു. അതല്ല, പക്ഷേ ഈ പണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നോ? ക്യൂരിയസ് അപ്പു വീണ്ടും ചോദിച്ചു. ഗുഡ് ക്വസ്റ്റ്യൻ, ഋതു തുടർന്നു. ഒരു കോസ്മോളജിസ്റ്റ്, എഡ്വിൻ ഹബിൾ, ഒരു സ്ട്രേഞ്ച് കാര്യം കണ്ടുപിടിച്ചു. ദൂരെയുള്ള ഗാലക്സീസ് നമ്മളിൽ നിന്ന് അകന്നകന്നു പോകുന്നു. അത് നല്ല സ്പീഡിൽ. അതെങ്ങനെ? ഒരു ബലൂണിൽ കുറേ ഡോട്ട്സ് ഇട്ടിട്ട് ഒന്ന് വീർപ്പിച്ച് നോക്കിയാലോ? ഇൻഫ്ലേറ്റ് ചെയ്യും തോറും ഈ ഡോട്ട്സ് തമ്മിൽ അകന്നകന്നു പോവില്ലേ? ലൈക്ക് വൈസ് ഈ യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡഡ് ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു നോക്കൂ. എല്ലാം തുടങ്ങിയത് ഒരു സിംഗിൾ പോയിന്റിൽ നിന്നായിരിക്കില്ലേ? സോ ഈ സിംഗിൾ ഇൻഫിനിറ്റ് എനർജി പോയിന്റിൽ നിന്നും യൂണിവേഴ്സ് ഉണ്ടായതിനെയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ബട്ട് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് രമണ, നമ്മളിപ്പോഴും ഈ ഭൂമിനകത്താണ്. അപ്പോൾ ഈ ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി? അപ്പു വീണ്ടും ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു. ഗോപു ക്ഷമ നശിച്ച് പറഞ്ഞു. ആരും ആറ്റം ബോംബ് ഇട്ടതൊന്നുമല്ല, നിർത്തിക്കോ നീയെ.